രാമമംഗലം പെരുന്തൃക്കോവിലെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഈയിടെ നവതി പിന്നിട്ട മുതിർന്ന കാരണവരിൽ ഒരാളും ഒരു കാലത്ത് ഭരണസമിതിയുടെ ഭാഗവുമായിരുന്ന എളമണ്ണ മനക്കിൽ ശ്രീ ദാമോദരൻ നമ്പൂതിരി. ഇവിടെയൊക്കെ കാരണന്മാരെയൊക്കെ നമ്മൾ അറിയായിരിക്കും, അറിയാണ്ടിരിക്കാൻ വഴിയില്ല. ശരിയല്ലേ? ഇരിക്കും എല്ലാവരും കേട്ടോ. ഉണ്ടാവുക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇപ്പം മുതൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കാര്യങ്ങൾ ഇവിടെ നടക്കണ കാര്യങ്ങളെ മനസ്സിലായില്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുക. കണ്ടാൽ അത് എന്താണെന്ന് നമുക്ക് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുക. ആഗ്രഹം അനുസരിച്ച് നമ്മൾ അതിലേക്ക് ചോദിക്കുക, മറ്റുള്ളവരോട് പറയുക. നമ്മൾ എപ്പോഴും ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇൻവോൾവ് ചെയ്യാന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഇടപെടാനൊന്നും ആയിട്ടുള്ള പ്രായമായിട്ടില്ല. അതാവുമ്പോൾ നമുക്ക് ഇടപെടുകയും പ്രായം ചെല്ലുമ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടത് ചെയ്യാനാക്കും. പക്ഷേ ഇപ്പോൾ നമുക്കത് വേണ്ട. പക്ഷേ എന്താ ഏതാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുക. മനസ്സിലായില്ലേ? എല്ലാവരും ഇവിടെ എന്താ ശിവേലി എന്താന്ന് വെച്ചാൽ ശിവേലി എന്താ കാണിക്കണേ എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. അത് എത്ര പ്രദക്ഷിണമാണ് ഇവിടെ ശിവേലിക്കെന്നറിയാമോ നിങ്ങൾക്ക്? ആ 3 വഴിയിലെ ആദ്യത്തെ ഒരു പ്രദക്ഷിണത്തിന് രണ്ടാമത്തേനും മൂന്നാമത്തേനും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ആദ്യത്തെ ഇതിൽ മേശാന്തി തൂവാണ പോണ കണ്ടിട്ടുണ്ടോ? ചോറും കൊണ്ട് കണ്ടില്ലേ? അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഉരുട്ടി എണ്ണ കെട്ടി ഒരു ഇത്, മൂന്നാമത്തെ ആകുമ്പോൾ വെറുതെ ചെണ്ട മാത്രം കെട്ടി. അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. അതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കണ്ട, അത് പിന്നെ മനസ്സിലാക്കിക്കോളും എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ അതുപോലെ തന്നെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പടി തൊട്ട് തലയിൽ വെച്ചിട്ട് വേണം അകത്തേക്ക് കിടക്കാൻ. അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പേ, അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പേ പടി തൊട്ട് തലയിൽ വെച്ച് ഇങ്ങനത്തോട് അതറിയാമോ നിങ്ങൾക്ക്? ഇത് പടി തൊട്ട് തലയിൽ വെച്ച് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോവുകയാണ് വേണ്ടത്. ഈ വലത്തുവശത്തൂടെ ഇങ്ങനെ പോവുകയാണ് തൊഴേണ്ടത്. അതല്ല തിരക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പുറത്തൂടെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതൊക്കെ സന്ദർഭം പോലെ അത് നമ്മളനുസരിച്ച് മാറി ചെയ്യാം. നേരത്തെ ചെല്ലുക, അവിടെ ചെന്ന് ആദ്യം അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുക. നമ്മളെ കാണാനും ദൈവം ഭഗവാൻ നമ്മളെയും കൂടെ കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ കീർത്തനങ്ങളോ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഒരു ചെറിയ മന്ത്രം ഇവിടെ എഴുതി വെച്ചേക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ അത് ആർക്കാ അറിയാവുന്നത്? പറയൂ. രാമമംഗല വാസാശ്രീ നരസിംഹ മഹാപ്രഭു ലക്ഷ്മീപ്രിയ മഹാബാഹു സാഷ്ടാംഗം പ്രണമാമ്യഹം. ഉണ്ണിഭൂത മഹാദേവ ശൈവാംശപ്രീത മാനസ സർവാഭീഷ്ടപ്രധാനായ സന്തതം പ്രണതോസ്മ്യഹം. മനസ്സിലായോ? അത് പ്രദക്ഷിണം വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ ആ സൗകര്യം അനുസരിച്ച് 3 പ്രദക്ഷിണമാവാം, 1 പ്രദക്ഷിണമാവാം. നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ധൃതിയുള്ള സമയമാണെങ്കിൽ 1 പ്രദക്ഷിണം ചെയ്ത്, അല്ലെങ്കിൽ അതും പറ്റിയില്ലെങ്കിൽ പുറത്ത് നിന്ന് തൊഴുതേച്ച് സ്വയം ഒന്ന് തിരിഞ്ഞാലും നമുക്ക് അവസാനിപ്പിക്കാം. കാരണം നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് മാറ്റപ്പെടേണ്ടാത്തതുകൊണ്ട് ഞാൻ പറയേണ്ടതാണ്. പറ്റുമെങ്കിൽ 3 പ്രദക്ഷിണം ചെയ്യണമെന്നാണ്. അതും വിഷ്ണുവിൻ്റെ അമ്പലത്തിലായാൽ 4 ചെയ്താലും തെറ്റില്ല, 4 ചെയ്താലും നല്ലതാണ്. മനസ്സിലായോ? ഇത് വിഷ്ണു അമ്പലമല്ലേ? മറ്റേ ശിവൻ്റെ മറ്റേ ഉണ്ണിഭൂതം എന്ന് പറഞ്ഞാൽ ശൈവാംശ പ്രീതമാനസ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ശിവൻ്റെ അംശം കൊണ്ടാണ് ഭൂതഗണങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് ശൈവാംശ പ്രീതമാനസം. പ്രീതമാനസം എന്ന് വെച്ചാൽ സന്തോഷമുള്ള ആളെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അത് ചൊല്ലി നമ്മൾ തൊഴുക. അപ്പോൾ ഈ വീട്ടുപേര് പറയുമ്പോൾ ആ ആൾക്കൊരു പ്രത്യേകത. ഇപ്പം പേര് വിളിക്കുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കണക്ട് ചെയ്തുള്ളതാണല്ലോ വീട്ടുപേര്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ആ വീട്ടുപേര് പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പേരും കൂടെ ഉൾപ്പെടുന്നതാണ് ആ വീട്ടുപേരുമ്പോഴാണ് നമ്മളുടെ വ്യക്തിത്വം. അതുപോലെയാണ് ഇപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. രാമമംഗല വാസ എന്ന് പറഞ്ഞാലല്ലേ രാമകുളത്ത് വാസ. തൃപ്പൂണിത്തുറ വാസ എന്ന് പറഞ്ഞാൽ രാമകുളത്താവുമോ? അതുകൊണ്ട് രാമമംഗല വാസ
എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ മന്ത്രം ജപിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ജപിച്ച് തൊഴുക. അത് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ പ്രദക്ഷിണം വയ്ക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്.